വീഴുമ്പോഴോ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റും സംഭവിച്ചാൽ നിങ്ങളുടെ ഒരു പല്ല് ഊരി വന്നാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? അടുത്ത 5 മിനിറ്റിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആ പല്ല് നിലനിർത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ പല്ല് നിലനിർത്താൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, നിലത്ത് വീണ പല്ല് അതിന്റെ ക്രൗൺ ഭാഗം മാത്രം ഉപയോഗിച്ച് എടുക്കുക. ഒരു കാരണവശാലും അതിന്റെ വേരിൽ തൊടരുത്. രണ്ടാമത്തെ കാര്യം, ആ പല്ലിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സ്ലോ ആയിട്ടുള്ള റണ്ണിംഗ് വാട്ടറിൽ ഇത് കഴുകാവുന്നതാണ്. ഒരു കാരണവശാലും വേരിൽ ശക്തിയായി ഉരയ്ക്കുകയോ സ്ക്രബ് യൂസ് ചെയ്യുകയോ ചെയ്യരുത്. ഇതുമൂലം വേരിലെ കോശങ്ങൾ നശിക്കാൻ ഇടയാവും. മൂന്നാമത്തെ കാര്യം, രോഗി ബോധാവസ്ഥയിലാണെങ്കിൽ പല്ല് അതേ രീതിയിൽ തന്നെ സോക്കറ്റിലേക്ക് തിരിച്ചു വെക്കുകയും അത് രോഗിയോട് കടിച്ചു പിടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാവുന്നതാണ്. നാലാമത്തെ കാര്യം, ഇത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണുപോയ പല്ല് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രോഗിയുടെ തന്നെ സലൈവയോ പാലോ അല്ലെങ്കിൽ ടൂത്ത് പ്രിസർവിംഗ് മീഡിയമായ ഹാങ്സ് ബാലൻസ് സോൾട്ട് സൊല്യൂഷനോ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരിക്കലും വീണുപോയ പല്ല് തുണിയിലോ ടവലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കൊണ്ടുപോകരുത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പോയ പല്ലുമായി എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ഡെന്റൽ ക്ലിനിക്കിൽ എത്തുകയാണെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും പല്ല് റീഇംപ്ലാന്റ് ചെയ്ത് പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻസൈറ്റ്സിനായി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ.